വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ യൂണിറ്റ് 5 ആവുന്നു കേട്ടോ. കാരണം ആനുവൽ എക്സാമിന് വേണ്ടുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. കേരള പാഠാവലിയാണ് കേട്ടോ. മലയാളം ഫസ്റ്റിൻ്റെ യൂണിറ്റ് 5ൻ്റെ ഉയർന്നുയരാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് കേട്ടോ. അതിനകത്തിൽ ചെമ്പകപ്പൂവ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ ഉയർന്നുയരാം, അതായത് ഇങ്ങനെ ഒരു പാഠം ഉണ്ടോ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്? ഇതുണ്ടോ? ഇതുപോലെ ഒരു പടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉയർന്നുയരാം ഉണ്ടോ? അപ്പം അതിനെ സംബന്ധിച്ച് തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടോ ഇങ്ങനൊരു കുട്ടി അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? എത്തിപ്പിടിക്കുവാൻ, അത് നല്ലപോലെ നോക്കി കുഞ്ഞുങ്ങളെ. എത്തിപ്പിടിക്കുവാൻ ചിന്നക്കൈ, കണ്ടോ? ചിന്നക്കൈ നീട്ടുന്നു ചുറ്റിലും ശൈശവ ഭാവനകൾ. ഓണത്തുമ്പി, കണ്ടോ? നിങ്ങളുടെ ഈ ടെസ്റ്റ് ഉണ്ട്, എൻ്റെ ഈ ടെസ്റ്റ് ഇല്ല കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ്. കണ്ടോ? പുലോക്കാട് രവീന്ദ്രൻ്റെ ഇങ്ങനൊരു വരി, അതായത് ഒരു കൊച്ചു താണ്ട കുറേ വള്ളികൾക്കകത്തായിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യനും ഉണ്ട്. അതാണ് സംഭവം. ടെസ്റ്റ് രാത്രി ആ പാഠം കണ്ടോ, ഇതാണ് പടം. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഉയർന്നുയരാം എന്ന് പറയുന്നതിൻ്റെയാണ് ഈ പിക്ചർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഉയർന്നുയരാം, കുറേ വള്ളി പോലെ ഉള്ളതിനകത്തിലൊരു കൊച്ചി ഇങ്ങനെ ഇരിക്കുന്ന. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ഇങ്ങനെ ചോദ്യമുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടേ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഉയർന്നുയരാം. ചിന്നക്കൈ നീട്ടുന്നത് ആരാണ്? അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കേട്ടോ. ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടേ. ചിന്നക്കൈ നീട്ടുന്നത് അവിടെ ആരാണ്? കുഞ്ഞ് അല്ലെങ്കിൽ കുട്ടികൾ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അവിടെ നീട്ടുന്നത് ആരാണ്? കുഞ്ഞാണ് അവിടെ ചിന്നക്കൈ നീട്ടുന്നത്. എന്തിനെ എത്തിപ്പിടിക്കാനാണ് ഈ ചിന്നക്കൈ നീട്ടുന്നത്? എന്തിനെ എത്തിപ്പിടിക്കാനാണ് ചിന്നക്കൈ നീട്ടുന്നത്? ചുറ്റും കാണുന്ന വസ്തുക്കളെയും അനുഭവങ്ങളെയും കേട്ടോ. ഒരു മാർക്കിൻ്റെ ചോദ്യമാണതല്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടാണ് കണ്ടോ. ചുറ്റും കാണുന്ന വസ്തുക്കളെയും അനുഭവങ്ങളെയും. കുട്ടികളുടെ എന്ത് പ്രത്യേകതയാണ് ഈ വരികളിലും ചിത്രങ്ങളിലും ആവിഷ്കരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാ കുട്ടികളുടെ എന്ത് പ്രത്യേകതകളാണ് ഈ വരികളിലും ചിത്രങ്ങളിലും ആവിഷ്കരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങളെ? അവിടെ കൗതുകമുണ്ട്, ഭാവനയുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, സാഹസികതയുണ്ട്, ലോകത്തെ കണ്ടെത്താനുള്ള ആഗ്രഹം എന്നിവയാണ് കുട്ടികളുടെ പ്രത്യേകത കേട്ടോ. ഈ വരിയിൽ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൗതുകം അല്ലേ, ഭാവന, സ്വാതന്ത്ര്യം, സാഹസികത, ലോകത്തെ കണ്ടെത്താനുള്ള ആഗ്രഹം എന്നിവയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ആ പാഠത്തിനകത്തിൽ കേട്ടോ, ഈ പാഠത്തിൽ ഇവിടെ ഒരു 3 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അതെന്താണെന്ന്, കാരണം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ചെമ്പകപ്പൂവിന് മുമ്പിലത്തെ ഒരു 3 കൊച്ചു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതാ എഴുതി കേട്ടോ. അപ്പം നമുക്ക് എന്താ ചെമ്പകപ്പൂവ് എന്ന് പറയുന്ന പാഠത്തിലോട്ട് കയറാം കേട്ടോ. അതായത് ഈ പാഠം മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കവിത കെ വി സുരേഷ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണ് ചെമ്പകപ്പൂവ് എന്ന് പറയുന്ന കവിത കേട്ടോ. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കവിതയുണ്ട്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കവിത നമ്മുടെ KV സുരേഷ് മലയാളത്തിലോട്ട് അത് പരിഭാഷപ്പെടുത്തി. ഏതാ? എന്നിട്ട് അതിൻ്റെ പേരാണ് ചെമ്പകപ്പൂവ്. ഈ ചെമ്പകപ്പൂവുമായിട്ട് മാറിയ കുട്ടിയുടെ ഇനി ആ കഥയ്ക്കകത്തില്ല, ചെമ്പകപ്പൂവായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവർത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തെയാണ് ഈ കവിതയിൽ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മൾ ചെമ്പകപ്പൂ എന്ന് പറയുന്ന കവിത പറയുന്നത്, അതിനകത്തിൽ എന്താ പറയുന്നത്? ചെമ്പകപ്പൂവായിട്ട് അങ്ങ് മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവർത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തം അല്ലേ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു കുട്ടിത്തമുണ്ട്. എത്ര പ്രായമുള്ളവരല്ലേ, 1 വയസ്സ് മുതൽ നമ്മളുടെ മരണം വരെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ നിങ്ങളെ ഒരു കുട്ടിത്തമുണ്ട് അല്ലേ. ഈ കുട്ടിത്തത്തെ ഈ നമ്മുടെ കവിതയിൽ എന്താ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നു. ആരാണ്? KV സുരേഷ്. ഇത് ആരെഴുതിയതാണ്? പിറ എന്ന കവിത മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആട്ടോ കേട്ടോ. അപ്പം നമുക്ക് ടെസ്റ്റ് നോക്കാം. നോക്കൂ നിങ്ങളെ. അപ്പം ചെമ്പകപ്പൂവ് എന്ന് പറയുന്ന പാഠം നോക്കിക്കേ. കണ്ടോ, ഒരമ്മ പശു തൊഴുത്തിലുണ്ട്, അവിടോട്ട് പോവുക അല്ലേ. അവിടോട്ട് പോയപ്പം ചെമ്പകപ്പൂവായിട്ട് ഒരു കുട്ടി അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നു. കണ്ടോ, കളികൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. കളികൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മുതിർന്നവരും നിങ്ങളും കൂടി ഒളിച്ച് കളിച്ചിട്ടുണ്ടോ?
ഇവിടെ നമുക്കൊരു ഒളിച്ചു കളിയെക്കുറിച്ച് അറിയാമെന്നാണ് കേട്ടോ. അതായത് കളികൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലയോ കുഞ്ഞുങ്ങളെ? കളികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മുതിർന്നവരും നിങ്ങളും കൂടി ഒളിച്ച് കളിച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്കൊരു ഒളിച്ചു കളിയെക്കുറിച്ച് അറിയാം. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ചെമ്പകപ്പൂവ്, ആ പിക്ചർ നിങ്ങൾ കണ്ടോ? അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ, കണ്ടോ? അമ്മേ, ആ കാണുന്ന ചെമ്പകത്തിൻ്റെ നെറുകയിലുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ് ഇളം കാറ്റിനൊപ്പം തല കുലുക്കുകയും തളിരിലകൾക്കുമീതെ തുള്ളിച്ചാടി. ഫസ്റ്റ് വരിയിൽ അത്രയാണ് പഠിക്കുന്നത് കേട്ടോ. അമ്മേ കേട്ടോ, അത് നല്ലപോലെ ഒന്ന് നോക്കണം കുഞ്ഞുങ്ങളെ. അമ്മേ, ആ കാണുന്ന ചെമ്പകത്തിൻ്റെ നെറുകയുള്ള കൊമ്പിൽ ഞാൻ വെറുതെ രസത്തിന് ഒരു പൂവായി വിരിഞ്ഞ് ഇളം കാറ്റിനൊപ്പം തല കുലുക്കുകയും കേട്ടോ തളിരിലകൾക്കുമീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാകുമോ? അമ്മ വിളിക്കും, എൻ്റെ കുട്ടി നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ഇലകൾക്കിടയിലേക്ക് ഒന്നുകൂടി ഒന്ന് പതുങ്ങുകയും സ്വയം ഊറിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ ഇതളുകൾ പയ്യെ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം ഞാൻ നോക്കിക്കാണും. ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നോക്കണേ. ഇത് ക്വസ്റ്റ്യൻ ആൻസറിനകത്തിലുണ്ട് കേട്ടോ. അമ്മ ഞാനൊരു പനിനീർ പൂവായിട്ട് കേട്ടോ, അത് നല്ലപോലെ ആ വരിയൊന്ന് നോക്കിക്കേ. അമ്മേ, ആ കാണുന്ന ചെമ്പകത്തിൻ്റെ നെറുകയുള്ള കൊമ്പിൽ ഞാൻ വെറുതെ ഒരു രസത്തിന് ഒരു പൂവായിട്ട് വിരിഞ്ഞ് ഇളംകാറ്റിനൊപ്പം തല കുലുക്കുകയും തളിർ ഇലകൾക്കുമീതെ ഇരുന്നിട്ട് തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാനാവുമോ എന്ന് ആ കുട്ടി ചോദിക്കുന്നതാണ് കേട്ടോ. ഇവിടെ കുട്ടി എന്ന് പറയുന്നത് പനിനീർ പൂവിനെ, ആ ഒരു പനിനീർ പൂവല്ലോ കുഞ്ഞുങ്ങളെ, ചെമ്പകപ്പൂവിനെയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്നെ വിളിക്കും, എൻ്റെ കുട്ടി നീ എവിടെയാണ്? അപ്പോൾ ഞാൻ ആ ഇലകൾക്കിടയിലേക്ക് കേട്ടോ, ഇലകൾക്ക് ഇടയിലേക്ക് ഒന്നുകൂടി അങ്ങ് പതുങ്ങിയിരിക്കും. എന്നിട്ടോ ഞാൻ അവിടെ ഇരുന്ന് എന്ന് വെച്ചാൽ പെതുക്കെ അല്ലേ ചിരിക്കുകയും ചെയ്യും. എൻ്റെ ഈ ഇതളുകൾ പയ്യെ ഞാൻ വിരുത്തി അമ്മ ചെയ്യുന്നതെല്ലാം എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് നോക്കിക്കാണുമെന്ന്. എന്നിട്ടോ കുളി കഴിഞ്ഞ് ഓരോ പാർട്ടായിട്ടായിട്ടോ കുളി കഴിഞ്ഞ് ഈറൻ മുടിയിഴകൾ ചുഴറ്റി ഈറൻ മുടിയിഴകൾ ചുമലിലേക്ക് നമ്മുടെ തോളിലോട്ട് വിതിർത്തിയിട്ട് ഈ ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു പുതുപൂവിൻ്റെ മണം തീർച്ചയായിട്ടും അമ്മ ശ്രദ്ധിക്കും അല്ലേ? അത് എന്നിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാതെ, എൻ്റെ മണമാണെന്ന് അമ്മ അറിയാതെ അമ്മ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഇഴകൾ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടുമല്ലോ, ചുഴറ്റി വിടർത്തി അങ്ങോട്ട് ഇട്ടിട്ട് ആ ചെമ്പകത്തണലിലൂടെ നമ്മുടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ ഒരു പുതുപൂവിൻ്റെ മണം അമ്മയ്ക്ക് അനുഭവപ്പെടും. പക്ഷേ അത് എൻ്റേതാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല അല്ലേ? എന്നിൽ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞോ ഉച്ചയൂണ് കഴിഞ്ഞ് നോക്കണേ കുഞ്ഞുങ്ങളെ, ഉച്ചയൂണ് കഴിഞ്ഞ് തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ ശിരസിലും മടിയിലും ഈ വൻമരത്തിൻ്റെ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു നിഴൽ അമ്മ വായിക്കുന്ന അമ്മ അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏടിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായിട്ട് ഞാൻ വീഴ്ത്തിക്കൊണ്ടിരിക്കും. തുള്ളിക്കളിക്കുന്ന ആ കൊച്ചു നിഴൽ അമ്മയുടെ കുട്ടിയുടേതാണെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാനാവുമോ? ഇതൊക്കെ ചോദിക്കുന്നതാണ്. അമ്മ ഉച്ച കഴിഞ്ഞിട്ടേ കുളി കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞാൻ അവിടെ നല്ല മണം പ്രാർത്ഥനാലയത്തിലേക്ക് അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ എൻ്റെ മണം ആയിരിക്കും അവിടെ പുതിയൊരു മണം അവിടെ അമ്മയ്ക്ക് അനുഭവപ്പെടും. പക്ഷേ അത് എൻ്റേതാണെന്ന് അമ്മ മനസ്സിലാക്കുമോ? ചെമ്പകപ്പൂവിൻ്റെ മണമാണ്, അത് അമ്മയുടെ മകളുടേതാണെന്ന് അമ്മ തിരിച്ചറിയുമോ? അതുപോലെ തന്നെ അമ്മ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് തൊടിയിലേക്ക് തുറന്നിട്ട ആ ജനൽപ്പടിയിലാണ് അമ്മയുടെ തലയും അതായത് ശിരസിലും മടിയിലും വൻമരത്തിൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെളിയിലുള്ള ആ മരത്തിൻ്റെ നിഴലുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അതാണ് അതിൻ്റെ ആ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ
എന്താണ്, ഉച്ചയൂണ് കഴിഞ്ഞ് തൊടിയിലേക്ക് തുറന്നിട്ട ജനൽപ്പടിയിൽ ശിരസിലും മടിയിലും ഈ വൻ മരത്തിൻ്റെ തണൽ പതിപ്പിച്ചുകൊണ്ട് അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോളേ ഞാൻ എൻ്റെ കുഞ്ഞു നിഴൽ അമ്മ അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ പേജുണ്ടല്ലോ, അത് ആ ഏടിലെ വരികൾക്കിടയിലേക്ക് കൃത്യമായിട്ട് ഞാൻ വീഴ്ത്തിക്കൊണ്ടിരിക്കും അല്ലേ. തുള്ളിക്കളിക്കുന്ന ആ കൊച്ചു നിഴൽ അമ്മയുടെ കുട്ടിയുടേതാണെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാനാകുമോ അല്ലേ? അതാണ് അടുത്ത ചോദിച്ചിരിക്കുന്നത്. അടുത്ത വരിയിൽ കൊളുത്തിപ്പിടിച്ച കൈവിളക്കുമായി സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ പഴയ കുട്ടിയായിട്ടങ്ങ് മാറി ഒരു കഥ കേൾക്കാനായി വാശി പിടിക്കുകയും ചെയ്യും. അപ്പോഴും ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുക അല്ലേ. വികൃതി, നീ ഇതുവരെ എവിടെയായിരുന്നു? അയ്യോ, അത് മാത്രം പറഞ്ഞുകൂടാ അമ്മേ, ഞാൻ ഇതുവരെ എവിടെയായിരുന്നു എന്ന് മാത്രം എന്നോട് ചോദിക്കല്ലേ കേട്ടോ. എന്താണ്, ഓരോ പാർട്ടായിട്ടാണ് കുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുന്നത്. കൊളുത്തിപ്പിടിച്ച കൈവിളക്ക് എന്ന് വെച്ചാൽ കൈവിളക്കുമായിട്ടല്ലേ. സന്ധ്യയ്ക്ക് അമ്മ പശുവിൻ്റെ തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടറ്റ് അല്ലേ, ഞാൻ എന്താ ചെമ്പനീർ പൂവിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ, ഞാൻ അവിടെ നിന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അപ്പോൾ അമ്മയുടെ പഴയ കുട്ടിയായിട്ട് മാറി ഒരു കഥ കേൾക്കാനായിട്ട് ഞാൻ വാശി പിടിക്കുകയും ചെയ്യും. അപ്പോഴും ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുക അല്ലേ. എന്താ, വികൃതി, നീ ഇതുവരെ എവിടെയായിരുന്നു? അപ്പോഴും ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുക അല്ലേ. പിന്നെ വികൃതി, നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അയ്യോ, അതുമാത്രം പറഞ്ഞുകൂടാ അമ്മയെന്നാ കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പോലെ എന്താ നിങ്ങളെ പിറ, അതാണ്ട് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കവിതയെ നമ്മുടെ KV സുരേഷ് പരിഭാഷപ്പെടുത്തിയത്, നമ്മളിപ്പോൾ ഇത് പരിഭാഷപ്പെടുത്തിയതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് കേട്ടോ. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം. ഓക്കെ, ചെമ്പകപ്പൂവ് എന്ന് പറഞ്ഞാൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കവിത KV സുരേഷ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണ് ചെമ്പകപ്പൂവ് എന്ന് പറയുന്നത് അല്ലേ. ചെമ്പകപ്പൂവുമായി മാറിയ കുട്ടിയുടെ മനസ്സിലും പ്രവൃത്തികളിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തെയാണ് ഈ കവിതയിൽ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് കുഞ്ഞുങ്ങളെ ആദ്യമേ നമ്മളിത് ഉയർന്നുയരാം എന്ന് പറയുന്നൊരു പാഠത്തിൻ്റെ വൺ വേഡുകളായിരുന്നു നമ്മൾ ആദ്യമേ ഒരു 3 എണ്ണം പറഞ്ഞു കേട്ടോ. പിന്നാണ് നമ്മൾ ചെമ്പകപ്പൂവ്. അപ്പോൾ അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കൂ കുഞ്ഞുങ്ങളെ, വായിക്കാം, പറയാം. ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി, ചെമ്പകത്തിൻ്റെ കൊമ്പിൽ, ഇവിടെ പൂവെന്ന് പറയുന്നത് ആ കുട്ടി എന്ന് പറയുന്നത് ആ പൂവിനെയാണ് കേട്ടോ. പൂവായിട്ട് വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എങ്ങനെയെല്ലാം? ഇളം കാറ്റിനൊപ്പം തല കുലുക്കുകയും തളിരിലകൾക്കുമീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്യും. ഒറ്റ വരിയേ ഉള്ളൂ കേട്ടോ. ചെമ്പകക്കൊമ്പിൽ പൂവായി വിരിയുന്ന കുട്ടി ആദ്യം അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എങ്ങനെയെല്ലാം? ഇളം കാറ്റിനൊപ്പം തല കുലുക്കുകയും തളിരിലകൾക്കുമീതെ, തളിരില ഉണ്ടാവില്ല, തളിര്, ആ ഇലകൾക്കുമീതെ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും കേട്ടോ, തുള്ളിച്ചാടി നൃത്തം വയ്ക്കുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ കുട്ടി നീ എവിടെയാണ് എന്ന അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് എന്തെല്ലാമായിരിക്കും? എൻ്റെ കുട്ടി നീ എവിടെയാണ് എന്ന് അമ്മയുടെ ചോദ്യം കേൾക്കുമ്പോൾ കുട്ടി ചെയ്യുന്നത് എന്തെല്ലാമായിരിക്കും? ചെമ്പകത്തിൻ്റെ ഇലകൾക്കിടയിലേക്ക് കൂടുതൽ അങ്ങോട്ട് പരിങ്ങി കൂടുകയും, ചെമ്പകത്തിൻ്റെ ഇലകൾക്കിടയിലേക്ക് കൂടുതൽ പരിങ്ങിക്കൂടുകയും ഊറിച്ചിരിക്കുകയും ചെയ്യും. തൻ്റെ പൂവിതളുകൾ പതുക്കെ വിടർത്തി അമ്മ ചെയ്യുന്നതെല്ലാം നോക്കിക്കാണും. നമ്മൾ ആ വരി വായിച്ചതാ അല്ലേ. അമ്മ എന്താ, ചെമ്പകത്തിൻ്റെ അമ്മ വിളിക്കുമ്പോൾ ആ ചെമ്പകത്തിൻ്റെ ഇലകൾക്കിടയിലോട്ട് കയറിയിരിക്കും. എന്നിട്ടോ മാറി അതിൻ്റെ കീഴിലിരുന്നിട്ട് ഈ അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിങ്ങനെ ഒളിഞ്ഞിങ്ങനെ നോക്കിയിരിക്കും അല്ലേ. ചെമ്പകത്തിൻ്റെ ഇലകൾക്കിടയിലേക്ക് കൂടുതൽ പതുങ്ങി അല്ലെങ്കിൽ പരിങ്ങി കൂടുകയും ഊറിച്ചിരിക്കുകയും ചെയ്യും അല്ലേ. തൻ്റെ പൂവിതളുകൾ പതുക്കെ വിടർത്തി അമ്മ ചെയ്യുന്നതെല്ലാം നോക്കിക്കാണുന്നു കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഞങ്ങളെ, ഒരു പുതുപൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽ പെടുന്നത് എപ്പോഴായിരിക്കും? ഒരു പുതുപൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽ പെടുന്നത് എപ്പോഴായിരിക്കും? കുളി കഴിഞ്ഞ് ഈറൻ മുടിയിഴകൾ ചുമലിലേക്ക് വിടർത്തിയിട്ട്
ചെമ്പകത്തണലിലൂടെ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു പുതുപൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽ പെടുന്നത്. കുളി കഴിഞ്ഞ് ഈറൻ മുടിയിഴകൾ ചുമലിലേക്ക് വിടർത്തിയിട്ടിട്ട് ചെമ്പകത്തണലിലൂടെ ആ തൊടിയിലെ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു പുതുപൂവിൻ്റെ മണം അമ്മയുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഓക്കെ ആണോ? അമ്മ ഗ്രന്ഥം വായിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യാനാണ് കുട്ടി ശ്രമിക്കുക? അമ്മ ഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ കുഞ്ഞു നിഴലുണ്ടല്ലോ, ആ അമ്മ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകത്തിലെ പേജുകളിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അമ്മ അല്ലെങ്കിൽ ഏടിൽ എന്നൊക്കെ പറയും കേട്ടോ, വേണ്ട നിങ്ങൾക്ക് അതുണ്ട്. അമ്മ ഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ കുഞ്ഞു നിഴല് അമ്മ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേജുകൾ വീഴ്ത്തിക്കൊണ്ടിരിക്കും. പഴയ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് കുട്ടി പറയുന്നത് എന്താ? പഴയ കുട്ടിയെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് കുട്ടി പറയുന്നത് എന്ത്? സന്ധ്യാസമയത്ത് അമ്മ കൈവിളക്കുമായിട്ട് പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പോവുക അല്ലെങ്കിൽ കുട്ടിയല്ലേ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കും. പിന്നീട് അമ്മയുടെ പഴയ കുട്ടിയായി മാറുകയും ചെയ്യുമെന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. സന്ധ്യാസമയത്ത് അമ്മ കൈവിളക്കുമായി പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പൂവ് പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കും അല്ലേ. പിന്നീട് അമ്മയുടെ പഴയ കുട്ടിയായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് ആ കുട്ടി പറയുന്നത്. അയ്യോ അത് മാത്രം പറഞ്ഞുകൂടാ അല്ലേ. അയ്യോ അത് മാത്രം പറഞ്ഞുകൂടാ അമ്മേ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? താൻ ഒരു ചെമ്പകപ്പൂവായി മാറി അമ്മയെ നിരീക്ഷിക്കുകയായിരുന്നു അല്ലേ. താനൊരു ചെമ്പകപ്പൂവായിട്ട് മാറി അമ്മയെ നിരീക്ഷിക്കുകയായിരുന്നു എന്ന രഹസ്യം വെളിപ്പെടുത്താത്തതിനെ കുറിച്ചാണ് കുട്ടി പറയുന്നത് അല്ലേ. അത് ചെമ്പകപ്പൂവാണെന്ന് അറിയാൻ വയ്യാതെ എന്താ അതിൻ്റെ അവിടെ മാറി എന്താ ഒളിഞ്ഞിരുന്ന് അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അല്ലേ നോക്കി ഇരുന്ന് ചിരിക്കുക അല്ലേ. താൻ ഒരു ചെമ്പകപ്പൂവായി മാറി അമ്മയെ നിരീക്ഷിക്കുകയായിരുന്നു അല്ലേ എന്ന രഹസ്യം വെളിപ്പെടുത്താത്തതിനെ കുറിച്ചാണ് കുട്ടി പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാവും. നിങ്ങൾ ഈ നോട്ടുകളെല്ലാം അല്ല അതിനകത്തുള്ള അല്ലേ സ്വന്തമായിട്ട് നിങ്ങൾ എഴുതാനാണ്. അപ്പം നിങ്ങൾ ഇത് ഒരു മോഡലാണ്, ഇതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്നാണ് കേട്ടോ. ഇതുപോലെ ആണെന്നല്ല, നിങ്ങൾ അപ്പോൾ ടെസ്റ്റ് വായിച്ചിട്ടേ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണോ മനസ്സിലാകുന്നത് അതാണ് നിങ്ങളുടെ മലയാളം പുസ്തകം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും. അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല, നമ്മൾ ഈ വായിച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. കുറിപ്പ് തയ്യാറാക്കുക. ചെമ്പകപ്പൂവിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. മഹാകവിയാണേ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കവിത KV സുരേഷ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണ് ചെമ്പകപ്പൂവ്. ഞാൻ ഈ നമ്പർ ഇട്ടത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി, അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹബന്ധത്തെയാണ് ഈ കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിറ എന്ന കവിത KV സുരേഷ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണ് ചെമ്പകപ്പൂവ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹബന്ധത്തെയാണ് ഈ കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. താൻ ഒരു ചെമ്പകപ്പൂവായി മാറിയാൽ അമ്മയ്ക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് കുട്ടി ചോദിക്കുന്നു. കുട്ടി ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താ? അമ്മേ, ഞാനൊരു ചെമ്പകപ്പൂവായിട്ട് മാറിയാലേ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് കുട്ടി ചോദിക്കുന്നു. കുട്ടി നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ കബളിപ്പിക്കാൻ ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കും. അമ്മ വായിക്കുന്ന പുസ്തകത്താളിൽ നിഴലായിട്ട് തുള്ളിക്കളിക്കും. ചുരുക്കി എഴുതിയേക്കാം കേട്ടോ. നമ്മൾ ആ കഥയെല്ലാം വായിച്ച് ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചതാണ്. സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ കുട്ടിയായി മാറി ഒരു കഥ നീ എവിടെയായി അല്ലേ എന്നത് കുട്ടിയായിട്ട് മാറിയിട്ട് ഒരു കഥ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യും. എന്താ? സന്ധ്യയ്ക്ക് അമ്മ പശുത്തൊഴുത്തിലേക്ക് പോകുമ്പോളേ പെട്ടെന്ന് ഞെട്ടറ്റ് മണ്ണിൽ പതിക്കുകയും അമ്മയുടെ കുട്ടിയായി മാറി ഒരു കഥ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യും. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യോ അത് മാത്രം പറയില്ലെന്ന് കുഞ്ഞി വാശി പിടിക്കുന്നു. അത് മാത്രം പറയില്ല എന്ന് വാശി പിടിക്കുന്നു. അമ്മയോടുള്ള കുട്ടിയുടെ തീവ്രമായ സ്നേഹവും അമ്മയുടെ മടിത്തട്ടിനെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി കാണുന്ന കുട്ടിയുടെ വിശ്വാസവും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമ്മയോടുള്ള കുട്ടിയുടെ തീവ്രമായ സ്നേഹവും
അമ്മയുടെ മടിത്തട്ടിനെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി കാണുന്ന കുട്ടിയുടെ വിശ്വാസവും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങളെ കുഞ്ഞൊരു കവിതയാട്ടോ, ചെമ്പകപ്പൂവ്. അപ്പം നിങ്ങൾ ഏതൊരു പാഠം പഠിക്കുമ്പോഴും അത് എഴുതിയതാരാണ് കേട്ടോ, അത് എഴുതിയതാരാണ്, ആ പാഠഭാഗത്തിൽ എന്തോത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മാത്രം പഠിച്ചാൽ കേട്ടോ. എങ്ങനെയുണ്ട്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറ. നിങ്ങൾക്കിത് എന്തായാലും ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ടെസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മയുണ്ട്. ടെസ്റ്റ് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു, നിങ്ങൾ എടുക്കാൻ പറ്റിയില്ല, അതുപോട്ടെ. അപ്പോൾ നമുക്കിത് നോട്ട് ചെയ്യാൻ എഴുതി വെച്ചായിരുന്നു. അത് അപ്പോൾ ഓരോ ദിവസം അങ്ങോട്ട് പോവല്ലേ, അതുകൊണ്ട് അങ്ങ് കാണിച്ചതാ. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.